ഓക്കെ, നമ്മളിവിടെ മീൽസ് പേജിനകത്ത് നമ്മൾ മീൽസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോഡിങ് കൊണ്ടുവരണം. അതായത് നമ്മളുടെ പേജ് ലോഡായിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ API എന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേജ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം ഇത് ഫെച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ അതിന് മീൽസിന് ഇപ്പോൾ നമ്മളിവിടെ meals.tsxൽ ഞാനിവിടെ 2 സെക്കൻഡ് ഇവിടെ അവൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ഡേറ്റ കാണിച്ചാൽ മതി. അപ്പം ഞാനിവിടെ പോസ് ചെയ്ത് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് ഡിലേ കൂട്ടാം. അപ്പോൾ 5 സെക്കൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ മീൽസിൻ്റെ ലിസ്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 5 സെക്കൻഡിൽ നമ്മൾ ആ ലിസ്റ്റ് കാണിക്കുന്നതിന് മുന്നേ നമ്മളവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആപ്പ് ഫോൾഡറിനകത്ത് നമ്മളിവിടെ loading.tsx എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ലോഡിംഗ് എന്ന് പറയുന്നത് റിസർവ്ഡ് ഫയലാണ്. നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് ഫോൾഡറിനകത്ത് ഈ പേജ് അതുപോലെ തന്നെ ലേ ഔട്ട് ഇതൊക്കെ എല്ലാം റിസർവ്ഡ് ഫയൽ. അതുപോലെ തന്നെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്, അതൊരു റിസർവ്ഡ് ഫയലാണ്. സോ ഈ loading.tsxനകത്ത് ഞാൻ ഇവിടെ ഒരു ഡീഫോൾട്ട് ഫംഗ്ഷൻ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ലോഡിംഗ് മൊഡ്യൂൾ CSSനകത്ത് ഇത്രയും CSS ആണ് സ്റ്റൈലിംഗ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ക്ലാസ് നെയിമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫുഡീസ് കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ഈ പേജ് ലോഡാവുന്നതിന് മുന്നേ ഇവിടെ ലോഡിംഗ് കാണിക്കും. നമ്മൾ തിരിച്ച് ബ്രൗസ് മീൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലോഡിംഗ് അവിടെ കാണിക്കുന്നില്ല. ഫുഡീസ് കമ്മ്യൂണിറ്റി ആണ് പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ലോഡായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്യാഷിങ് വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരിക്കൽ ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചതിന് ശേഷം മാത്രമേ ഡേറ്റ നമുക്കിവിടെ ഫെച്ച് ചെയ്ത് തരും. സോ ഇങ്ങനെയാണ് നമ്മളിവിടെ ലോഡിംഗ് യൂസ് ചെയ്യുന്നത്. സോ ലോഡിംഗ് സ്റ്റൈല് നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. മറ്റേ റൗണ്ട് സർക്കിളുമുള്ള CSS സ്റ്റൈലുണ്ടല്ലോ, ആനിമേഷൻ ടൈപ്പ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഡിംഗ് പേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്.